ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടന്നില്ല. അപ്പോൾ അതിനുമായിട്ട് ആരും വിളിച്ചാൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടന്നാൽ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, നിനക്ക് പറയാനുള്ള കാര്യം എന്താണ് എന്നിങ്ങനെ ചോദിക്കണം. ചായ വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ചായ ഒന്നും വേണ്ട, പറയാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മതി എന്ന് നമ്മുടെ അലീനയോട് ബാലചന്ദ്രൻ പറഞ്ഞപ്പോഴത്തേക്കും അലീന പറഞ്ഞു, അത് പിന്നെ അച്ഛാ, ഞാൻ ഇന്ന് അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കുവേ ശരണ്യ പറഞ്ഞു രോഹിത്ത് നിരപരാധിയാണ്, രോഹിത്ത് യാതൊരു വിധത്തിലും ആ കൊച്ചിനെ ഉപദ്രവിച്ചിട്ടില്ല എന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ബാലചന്ദ്രൻ ഞെട്ടിപ്പോയി. ബാലചന്ദ്രൻ ചോദിച്ചു, എന്നിട്ട് പിന്നെ എന്തിനാ അവനെ കുറ്റക്കാരനാക്കി പരാതി കൊടുത്തത്? അത് പിന്നെ അവളുടെ കുറ്റമല്ല, എല്ലാവരും കൂടെ ചേർന്ന് അവളെ നിർബന്ധിച്ചിട്ട് പരാതി കൊടുത്തതാ. ആ സി ഐയോട് സത്യം പറഞ്ഞത് അവള് 4 പേരിൽ ആരെയും ഒഴിവാക്കണ്ടെന്ന് ആ സി ഐ പറഞ്ഞത്. കേസ് അത്രയ്ക്ക് ബലപ്പെടണമെങ്കിൽ 4 പേരും വേണം അത്ര. പിന്നെ അവളുടെ ബന്ധുക്കള്, സമുദായക്കാര്, രാഷ്ട്രീയക്കാര് എല്ലാവരും. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ബാലചന്ദ്രൻ ചോദിച്ചു, നീ എന്താ അവളുടെ സൈഡ് പറയുവാണോ? ആഹാ, അത് കൊള്ളാലോ. ഈ കുടുംബത്തെ മൊത്തമായിട്ടും അപമാനിച്ചിട്ട് അവളുടെ സൈഡ് നിൽക്കുവാണോ? അയ്യോ, അവളുടെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലായി അച്ഛാ, അച്ഛനും മനസ്സിലാക്കണം. അവക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. എന്ത് നിവർത്തികേടാ അലീന. ഏ എന്നെ രോഹിത് ഉപദ്രവിച്ചിട്ടില്ല. ഈ 3 വാക്ക് പറയാന് എന്ത് നിവൃത്തികേടാ അലീന ചെയ്യേണ്ടത്, പറയേണ്ടത്? കണ്ണടച്ച് ഇരുട്ടാക്കരുത് കേട്ടോ അലീന. അത് പിന്നെ ഇതാ ഞാൻ ആദ്യമേ അച്ഛനോട് പറഞ്ഞത് ക്ഷമയോട് കേൾക്കണമെന്ന്. ക്ഷമിക്കാണോ? ആരോട് ക്ഷമിക്കാന്? എന്റെ മകനെ ബലാത്സംഗക്കാരനാണെന്നും പറഞ്ഞ് മുദ്ര കുത്തി നാണം കെടുത്തിയവരോട് ഞാൻ ക്ഷമിക്കാനോ? ഒരിക്കലും ഞാൻ ക്ഷമിക്കത്തില്ല. ഹാ, ഇത് എന്റെ മക്കൾ ഇതുവരെ ക്ലാസ് പോയി തുടങ്ങിയിട്ടില്ല, നാണക്കേട് കാരണം. അവരുടെ ഭാവിയെ കുറിച്ച് നീ ഒന്ന് ഓർക്കലീനെ. എന്റെ മക്കളെ അപമാനിച്ചവരോട് ഞാൻ ക്ഷമിക്കണോ? അത് പിന്നെ അച്ഛ, ഇങ്ങനത്തെ ഒരു കേസാവുമ്പോ കുറ്റം ചെയ്തില്ലെങ്കിലും ചിലരൊക്കെ അകപ്പെട്ടു പോകും, അത് സ്വാഭാവികമാണ്. അത് എല്ലാ കേസിലും ഉണ്ടാകുന്നതാ. ഇപ്പൊ ശരണി എൻ്റെ അടുത്ത് സത്യം തുറന്ന് പറഞ്ഞത് കൊണ്ടല്ലേ ഈ സത്യങ്ങളൊക്കെ അറിയാനായിട്ട് കഴിഞ്ഞതില്ലെങ്കിൽ എന്ത് ചെയ്തേനെ? അലീന, നീ അവളുടെ പക്ഷത്ത് നിന്ന് സംസാരിക്കരുത്. എനിക്ക് കലി വരുന്നുണ്ട്, ദേഷ്യം വരുന്നുണ്ട്. ഞാനും ഈ കുടുംബവും എന്തൊക്കെ അനുഭവിച്ചത് അതെല്ലാം നീ ദൃസാക്ഷിയല്ലേ. അവളെയാണോ നീ ശുശ്രൂഷിക്കാനായിട്ട് പോയത്? അവളെയാണോ നീ സമാധാനിപ്പിക്കാനും ധൈര്യപ്പെടുത്താനും പോയത്? നീ ഒന്ന് ചിന്തിച്ച് നോക്കലീന. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. മോളെ, നീ ഒന്ന് ഓർത്തു നോക്കിയേ, അവളൊരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നോ രോഹിത്തിന് പങ്കില്ല എന്ന്? അത് പിന്നെ ഞാൻ അവിടെ പോയത് കൊണ്ടല്ലേ അച്ഛാ അവൾ ഇതൊക്കെ എന്നോട് പറഞ്ഞത്. അത് പിന്നെ മോളെ അലീനെ, നീ ഈ സൈഡ് പറയരുത്. എന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് നീ അവളുടെ സൈഡ് പറയരുത്. ചിലപ്പോ നിനക്ക് അറിയാൻ മേലാഞ്ഞിട്ടായിരിക്കും. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നന്ദിയുള്ളവരങ്ങനെ ചെയ്യില്ല. അല്ല, അച്ഛൻ ഇനി എന്ത് ചെയ്യാൻ പോവാ? അച്ഛൻ എവിടെ പോവാ? അച്ഛൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് പലതും ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. അലീനയ്ക്ക് വേറെ ഒന്നും അല്ല കേട്ടോ. ഇനിയിപ്പം നമ്മുടെ ബാലചന്ദ്രൻ എന്ത് ചെയ്യുമെന്ന് ഓർത്താ ടെൻഷൻ. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന പറഞ്ഞു, അച്ഛാ, ശരണി എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ ചോദിച്ചു, നീ എന്താ ഈ പറയുന്നത്? നീ എന്താ വട്ട് കളിപ്പിക്കുവാണോ? അത് പിന്നെ അവക്ക് അങ്ങനെ ഒരു നിലപാടെടുക്കേണ്ടി വന്ന അച്ഛൻ തോറ്റു പോവില്ലേ? രോഹിത്തും തെറ്റുകാരനാണ്, അവനും എന്നെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ എന്ത് ചെയ്യും? അച്ഛൻ അച്ഛൻ എന്ത് ചെയ്യും? അത് പിന്നെ നീ പറഞ്ഞ അത്രയും വിവരം കിട്ടിയാൽ മതി മോളെ എനിക്ക്. അവള് പറഞ്ഞില്ല എന്ന് നിഷേധിക്കുകയോ തിരുത്തി പറയുകയോ എന്ത് വേണേലും ചെയ്തോട്ടെ, എനിക്ക് ഒരു പ്രശ്നമില്ല. പിന്നെ എന്തിനാണ് ഈ രാജ്യത്ത് പോലീസും ബാക്കിയുള്ള ഒരു നിയമം നടപടികളൊക്കെ ഉള്ളത്? നിയമപരിപാലകരൊക്കെ ഉള്ളത്? അത് പിന്നെ എന്റെ പൊന്നച്ഛ, കൈ കിട്ടിയ ഒരു സംഭവം എടുത്ത് കളയല്ലേ, എടുത്ത് ചാടി ഒന്നും ചെയ്യല്ലേ അച്ഛ നമുക്കത് ആലോചിച്ച് കണ്ടു പിറക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബാലചന്ദ്രൻ അതൊന്നും നോക്കുന്നില്ല, കൂട്ടാക്കുന്നില്ല കേട്ടോ. ബാലചന്ദ്രൻ ദേഷ്യം വന്നിട്ട് നേരെ സ്റ്റെയർ കയറി റൂമിലേക്ക് പോവുകയാണ്. എത്രയും പെട്ടെന്ന് നമ്മുടെ രോഹിത്തിനെ പുറത്തിറക്കണം. അതിനുവേണ്ടി ഈ ഒരു സമയത്ത് നമ്മുടെ ബബിത വന്നു ചോദിച്ചു, എന്നതാ അലീന ഇവിടെ വലിയ വാക്ക് തർക്കം? അതുകൊണ്ട് നീ എവിടെയായിരുന്നു? നീ അന്യഗ്രഹത്തിൽ നിന്ന് വന്നതല്ലേ, പോയിരുന്നു ഫോൺ നോക്ക്, ഇവിടുത്തെ വാക്ക് തർക്കം കേൾക്കാൻ വേണ്ടി വന്നേക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീന ദേഷ്യം വന്നിട്ട് അങ്ങ് പോയിട്ടോ. എപ്പോഴും നമ്മുടെ ബബിത ഫോണിനകത്താണല്ലോ, അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് അന്യഗ്രഹത്തിലല്ലേന്ന്. ബബിതയ്ക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. ബബിത എന്തോ അല്ലറ ചില്ലറ കാര്യം കേട്ടെന്തോ വാക്ക് തർക്കം ഉണ്ടെന്ന് മനസ്സിലായി, അത്രേ മനസ്സിലായുള്ളൂ. ഈ സമയത്ത് നമ്മുടെ അലീനയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. നമ്മുടെ ബാലചന്ദ്രനെ എടുത്തിയാടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ലെന്ന് അലീനയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമ്മുടെ അലീന ഫോണൊക്കെ എടുത്ത് ആരെങ്ങോട്ടൊക്കെ വിളിക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുകയാണ്. ആരെയും വിളിച്ചിട്ടോട്ട് കിട്ടുന്നുമില്ല. ഉദ്ദേശിച്ച ആള് മനു ആണോ എന്ന് അറിയത്തുമില്ല, വിളിച്ചിട്ടോട്ട് കിട്ടുന്നുമില്ല. നമ്മുടെ അലീന അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞ് ഇങ്ങനെ നടക്കുന്നു.
ഏതായാലും വിളിച്ചിട്ട് കിട്ടിയില്ല നമ്മുടെ മനുവിനെ. പക്ഷെ വിചാരിച്ച സമയത്ത് തന്നെ മനു വീട്ടിലെത്തി കേട്ടോ. ഏതായാലും ആ ഒരു ചിരിയോടൊക്കെ കൂടി നമ്മുടെ അലീനയുടെ മുഖത്ത് നോക്കുന്നുണ്ട്. എന്ത് രസമല്ലേ നമ്മുടെ മനു ഇങ്ങനെ കാണിക്കുന്നൊക്കെ കാണാൻ. അവിടെ ആ ഒരു വണ്ടിക്കകത്ത് ഇരുന്നിട്ട് തന്നെ അലീനയെ കണ്ടോണ്ട് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അലീന ഇങ്ങോട്ട് വരാൻ പറയാണ്. നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ മനു ഓരോ ഇന്നൊക്കെ കാണിക്കുന്നതാണ്, നല്ല രസമല്ലേ ആ ഒരു മുഖഭാവമൊക്കെ. അങ്ങനെ നമ്മുടെ അലീനയുടെ അടുത്തേക്ക് വന്നു കേട്ടോ. അലീനയുടെ അടുത്തേക്ക് വന്നിട്ട് എന്നെ കാണണമെന്ന് എന്താ പറഞ്ഞത്? അത് പിന്നെ കാണണമെന്ന് തോന്നി. അയ്യോടി, എന്നെ കാണാൻ തോന്നുന്ന ഒരാളെ, അയ്യോ. അല്ല, ഒരാഴ്ച ഞാൻ ഈ വഴി വന്നില്ലെങ്കിലും എവിടെയാന്ന് പോലും ഞാൻ ചോദിക്കത്തില്ല. ഓ, ഇതാണല്ലേ കുറെ പരിഭവങ്ങളും പരാതിയൊക്കെ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞത്. മനസ്സിലായി. ഇതൂടെ ചേർത്തിട്ടൊക്കെ തന്നെയാണ്. അത് വിട്. നിനക്ക് എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞത്? എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത്? അത് പിന്നെ മനുവേട്ട, ഞാന് ഇന്ന് ശരണ്യയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ശരണ്യയുടെ വീട്ടിൽ പോയല്ലേ? ഇന്നും പോയോ നീ? എന്താ അലീന ഇത്? അല്ല, നീ എന്നോട് പറഞ്ഞിട്ടാണോ പോയത്? അത് പിന്നെ പറയാൻ പറ്റിയില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ? ഓ, ഇപ്പൊ നീ പറഞ്ഞു. പോകുന്നതിന് മുന്നേ വേണമെങ്കിൽ എന്നോടൊന്ന് പറയായിരുന്നു. എന്റെ പൊന്നു മനുവേട്ടാ, മനുവേട്ടനെ എവിടെ പോയാലും എന്റെ അടുത്ത് പറയാറുണ്ടോ? ഇല്ലല്ലോ. ഓ, ആ ക്വസ്റ്റ്യൻ കൊള്ളാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉത്തരം മുട്ടിപ്പോവും. അത് പിന്നെ എന്റെ പൊന്നു മനുവേട്ടാ, ചിലപ്പോ കോട്ടയത്ത്, ചിലപ്പോ എറണാകുളത്ത്, ചിലപ്പോ വേറെ എവിടെയെങ്കിലും ഇങ്ങനെയൊക്കെ മനുവേട്ടൻ പറയാറുണ്ടല്ലോ. ശരി ശരി, സമ്മതിച്ചു. ശരണ്യയുടെ വീട്ടിൽ പോയിട്ട് എന്താ നടത്തത്? അത് പിന്നെ ഞാൻ ഇന്ന് അവളെയും കൂട്ടി പുറത്ത് നടക്കാനൊക്കെ പോയി. അവിടെ വെച്ച് അവള് ഒരു സത്യം എന്നോട് തുറന്നു പറഞ്ഞു മനുവേട്ട. ഓഹോ, ഇനി എന്താ സത്യം? എന്ത് സത്യ പറഞ്ഞത്? അല്ല, ലിസ്റ്റില് ഇനിയും പ്രതികളുണ്ടോ? അതല്ല മനുവേട്ട അവള് പറഞ്ഞത്, രോഹിത്തിന്റെ കാര്യം അവള് പറഞ്ഞത്. എന്താ പറഞ്ഞത്? അവള് രോഹിത്ത് ഉപദ്രവിച്ചിട്ടില്ലെന്നാ പറയുന്നത്. ഏ, രോഹിത്ത് അവളെ ഉപദ്രവിച്ചിട്ടില്ലെന്നോ? എന്താ അലീന? അല്ല, അവള് പിന്നെ കൊണ്ട് കേസൊക്കെ കൊടുത്തതും 4 പ്രതികളാന്ന് ഒക്കെ പറഞ്ഞതും ഒക്കെയോ? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. അത് പിന്നെ രോഹിത്തും ആ ടീമിൽ ഉണ്ടായിരുന്നല്ലോ, അവന്റെ പേരും കൂടെ ചേർത്ത് പറയണമെന്ന് പോലീസാ നിർബന്ധിച്ചത്. അവളുടെ കൂടെയുള്ളവരും അതൊക്കെ തന്നെയാ പറഞ്ഞത്. ശോ അലീന, ദേ അവള് കൊല ചതിയല്ലേ അലീന ചെയ്തത്? അങ്ങനെയാണെങ്കിൽ അത് പിന്നെ അവളുടെ കുറ്റം അല്ല മനുവേട്ടാ. അവള് സംഭവം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടും ആരോടും ഒന്നും പറഞ്ഞില്ല മനുവേട്ടാ. രാത്രി ആയപ്പോഴത്തേക്കും പിടിച്ചു നിൽക്കാനുള്ള ശക്തി ഇല്ലാതായി ഭയങ്കര കരച്ചിലായിരുന്നു അവള്. അവളുടെ അമ്മ കാര്യം ചോദിച്ചപ്പോഴാ പറയുന്നത്. അത് മാത്രമല്ല, അവക്ക് തീരെ വയ്യെന്നായി. ആ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് നടത്തിയ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. താലൂക്ക് ഹോസ്പിറ്റൽ അല്ലേ. ഡോക്ടർ അപ്പൊ തന്നെ പോലീസിലെ വിവരം അറിയിച്ചു. പക്ഷെ അവിടെയാണ് പണി പാളിയത്. പക്ഷെ ശരണ്യയുടെ കയ്യിൽ നിന്ന് എല്ലാം പോയി. അല്ല, പോലീസിനോട് അവള് സത്യം പറഞ്ഞില്ലേ? പിന്നെന്താ, പോലീസിനോട് സത്യം മാത്രമേ അവള് പറഞ്ഞുള്ളൂ. പക്ഷെ അവിടെ പോലീസുകാര് അവളോട് പറഞ്ഞു, കേസ് ബലപ്പെടണമെങ്കിൽ, കേസ് മുറുകണമെങ്കിൽ 4 പ്രതികളും കൂടി തന്നെ വേണം. അതുകൊണ്ട് നീ മാറ്റി പറയാനൊന്നും നിൽക്കണ്ട. കേസിൽ ഒരാൾ പോലും രക്ഷപ്പെടാതെ ഇരിക്കണമെങ്കിൽ, ഒരു പഴുതു പോലും ഉണ്ടാകാതിരിക്കണമെങ്കിൽ 4 പ്രതികൾ തന്നെയാ പ്രതികൾ എന്ന് പറയണം. രോഹിത്തും പ്രതിയാണെന്ന് പറയണമെന്നാ അവളോട് പറഞ്ഞത്. നാട്ടുകാരും സമുദായക്കാരും അവളുടെ വീട്ടുകാരും ഒക്കെ നിർബന്ധിച്ചെന്നേ. അപ്പൊ പിന്നെ അവൾ എന്താ ചെയ്യണത് ആ മാനസികാവസ്ഥയിൽ? അതാ മനുവേട്ട സംഭവിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെറ്റത്തരം അലീനെ കാണിച്ചിരിക്കുന്നത്. പോലീസുകാര് നമുക്ക് നീതിയും ന്യായവും ഒക്കെ നടപ്പിലാക്കി തടയണ്ടേ? നമ്മളെ നമ്മളെ സംരക്ഷിക്കേണ്ട ആൾക്കാരല്ലേ? എന്ത് ചെറ്റത്തരവാ കാണിച്ചിരിക്കുന്നത്? അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? നിരപരാധിയായ ഒരു പയ്യനെ ഇത്രയും ദിവസം പോലീസ് സ്റ്റേഷനിൽ കയറ്റി, ജയിലിൽ കയറ്റി, നാട്ടുകാരുടെ മുമ്പിൽ ബലാത്സംഗ വീരൻ എന്ന് മുദ്ര കുത്തി. എന്താ അലീന ഇത്? വെള്ളരിക്കപ്പെട്ടണം വല്ലതുമാണോ? ഇതൊക്കെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റുമോ അലീന? പിന്നെ നമ്മുടെ മനു പറയാണ് കേട്ടോ. അത് പിന്നെ അലീന, എനിക്ക് നീ പറഞ്ഞതൊന്നും അത്രയ്ക്ക് വിശ്വാസം വരുന്നില്ല. അല്ല, അവരെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തല്ലേ പോയത്? അല്ല, അവനവിടെ പോയത് മാങ്ങ പറിക്കാനാണോ, ചക്ക ഇടാനാണോ? അല്ലല്ലോ. അത് പിന്നെ രോഹിത്ത് അവിടെ ചെന്നതിന് ശേഷം ആയിരിക്കും അറിഞ്ഞത് അതൊരു ചതിയായിരുന്നു എന്ന്, അവർ പ്ലാൻ ചെയ്തായിരുന്നു എന്നൊക്കെ. ഹരി പറയാതിരിക്കുമോ രോഹിത്തിനോട്? അത് പിന്നെ ഹരി എന്ത് കള്ളത്തരവും പറയും. ദേ, ഹാറിന്റെ വീട്ടിലെ ബർത്ത്ഡേ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹിച്ച വീട്ടിലെ പെണ്ണിനെ വിളിച്ചോണ്ട് പോയിട്ട് അവിടെ ചെന്ന് പങ്കിട്ട് കൊടുത്തവനല്ലേ, അവൻ എന്തും പറയാലോ. പിന്നെ എങ്ങനെ രോഹി അതിൽ നിന്ന് ഒഴിവായി? അത് പിന്നെ ശരണ്യ പറഞ്ഞത് മറ്റു 3 പേരും കൂടി ചേർന്ന് അവളുടെ ദേഹത്തേക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് വന്ന് തള്ളിയിട്ടെന്ന. രോഹി പേടിച്ച് എണീറ്റ് ഓടാൻ നോക്കിയപ്പോഴത്തേക്കും 3 പേരും കൂടി അടിച്ച് നിർബന്ധിച്ചെന്നൊക്കെ. പിന്നെ വീട്ടിൽ പോയാൽ മതിയെന്ന് അവൻ അവിടെ കിടന്ന് അലമുറയിട്ട് കരഞ്ഞപ്പം നീ മാത്രം ഒഴിവാകണ്ട, നീ ഇവിടെ തന്നെ വേണമെന്ന് പറഞ്ഞ് അവനെ ബാത്റൂമിലിട്ട് അടച്ചുവെന്ന്. അല്ല, ഇത് ശരണ്യാണോ പറഞ്ഞത്? അല്ലാതെ എങ്ങനെയാ മനുവേട്ട ഇതൊക്കെ ഞാൻ അറിയുന്നത്? ശരണ്യ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പം രോഹിത്തിന് കേസിൽ നിന്ന് രക്ഷപ്പെടാലോ. ശരണ്യ എന്നോട് മാത്രമേ സത്യം പറഞ്ഞിട്ടുള്ളൂ. ഇതുവരെ ശരണ്യ കോടതിയിലോ പോലീസിന്റെ മുമ്പിലോ ഒന്നും പറഞ്ഞിട്ടില്ല.
അവൾ എന്ത് പറയുന്നോ അതാണ് തെളിവ്. ദേ അലീന, നീ ഇത് അങ്കിളിന്റെ അടുത്ത് പറഞ്ഞില്ലേ? പറഞ്ഞു. ഞാന് അങ്കിളിന്റെ അടുത്ത് പറഞ്ഞപ്പം, അതെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അച്ഛന് ഭയങ്കര ഷോക്കായി. അച്ഛൻ പോലീസിനെതിരെയും ശരണ്യക്ക് എതിരെയും ആ വീട്ടുകാർക്കെതിരെയും സമുദായത്തിനെതിരെയൊക്കെ കേസ് കൊടുക്കണം, പത്രസമ്മേളനം വിളിച്ചെല്ലാം തുറന്നു പറയണം എന്നൊക്കെ പറഞ്ഞ് ആകെ ക്ഷോഭിച്ചിരിക്കുക. അല്ല പിന്നെ അങ്ങനെയല്ല വേണ്ടത്. രോഹിത് നിരപരാധിയാണെങ്കിൽ അത് ലോകം അറിയണ്ടേ? അവന് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തണ്ടേ അലീന? അതല്ലേ നീതി, ന്യായം? മനുവേട്ട, ഇത് ശരണ്യ എനിക്ക് മാത്രം തുറന്ന് തന്നൊരു കിളിവാതില. അത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നീ എന്നെ ഈ പറയുന്ന അലീന, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞാല് അത് പിന്നെ എന്റെ അടുത്ത് പറയാൻ തന്നെ അവൾക്ക് മടിയായിരുന്നു. എന്നോടുള്ള ആ ഒരു ഇൻട്രസ്റ്റോട് മാത്രം അവൾ പറഞ്ഞതാ. രോഹിത് നിരപരാധിയാണെന്ന് ശരണ്യ എന്നോട് പറഞ്ഞു എന്നല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ശരണ്യ നമ്മുടെ കയ്യിലല്ല, അവരുടെ കയ്യിലാ. അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ഞാൻ അങ്ങനെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് ശരണ്യനെ കൊണ്ട് പറയിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ കളിയാവില്ലേ? എല്ലാം പൊളിയില്ലേ? പിന്നെ രോഹിത്തിനെ രക്ഷപ്പെടുത്താൻ പറ്റുമോ? ഇല്ലല്ലോ. എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റും? എനിക്ക് മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. അല്ല, അവള് സത്യം പറയാനേ അവിടെ ഉള്ളവരാരും സമ്മതിക്കത്തില്ല, പോലീസ് പോലും. അതെനിക്ക് നന്നായിട്ട് അറിയാം. അതാ ഞാൻ പറഞ്ഞത്, സൂക്ഷിച്ചും കണ്ടും കളിക്കണം. ശരണ്യ എന്റെ മുമ്പിൽ മാത്രം തുറന്നിട്ട ആ കുഞ്ഞു വാതിലെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല മനുവേട്ട. അതുകൊണ്ട് എടുത്തു ചാടരുത് പ്ലീസ്. അവൾ കോടതിയിൽ പറയണം സത്യം എന്താണെന്ന്. അത് എന്നെ കൊണ്ട് ചിലപ്പോൾ പറയിപ്പിക്കാൻ സാധിക്കുമായിരിക്കും. അവിടെ എത്തുന്നത് വരെ അവൾക്ക് നമ്മൾ ഒരു പ്രഷറും കൊടുക്കാൻ പാടില്ല. അവളെ മയപ്പെടുത്തി എടുക്കുക ചെയ്യേണ്ടത്. കോടതിയിൽ അവൾ മറിച്ച പറയുന്നെങ്കിൽ എന്ത് ചെയ്യും അലീന? മനുവേട്ട, അവളൊരു പാവം കൊച്ച. അവൾ എനിക്ക് മനസ്സിലാക്കിയതാ. അവൾക്ക് ആരെയും ദ്രോഹിക്കണം എന്നൊന്നുമില്ല. അവളുടെ ചുറ്റുമുള്ളവരാ പ്രശ്നം ഉണ്ടാക്കുന്നവര്. ഒരിക്കലും അവൾ അങ്ങനെയൊന്നും പറയില്ല. അവളെ കൂട്ടിക്കൊണ്ടുപോയി ചതിച്ച് മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചവരോട് അവള് പിന്നെ എന്താ ചെയ്യേണ്ടത്? എന്റെ പൊന്നു മനുവേട്ട, കഷ്ടമുണ്ട് കേട്ടോ ഇങ്ങനെ പറയുന്നത്. അത് പിന്നെ രോഹിത് നിരപരാധിയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്തണ്ടേ? വേണ്ടെന്നാണോ നീ പറയുന്നത്? അതെ വേണം മനുവേട്ട, രക്ഷപ്പെടുത്തണം. പക്ഷെ മനുവേട്ടൻ അച്ഛനോടൊന്ന് സംസാരിക്കണം, എടുത്ത് ചാടി ഒന്നും ചെയ്യരുതെന്ന്. അച്ഛൻ ഭയങ്കരമായിട്ട് ബഹളം വെച്ചിട്ടിരിക്കുക. ഇപ്പൊ തന്നെ ലോകത്തെ വിളിച്ച് സത്യം പറയണം എന്നൊക്കെയാ പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല മനുവേട്ട, അതാ ഞാൻ പറഞ്ഞത്. ഞാന് സംസാരിക്കാം അങ്കിളിനോട്. മനുവേട്ട, ദേ ഉള്ള വഴി അടച്ച് കളയരുതെന്ന് പറയണം. നമുക്കൊരു പഴുത് കിട്ടിയത്, അതിൽ നമ്മൾ പിടിച്ചു കയറണം. അച്ഛനത് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. എടുത്തു ചാടി എന്തെങ്കിലും അച്ഛൻ ചെയ്യും. ഞാൻ പറയാം അലീന, ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രന്റെ അടുത്തേക്ക് നമ്മുടെ മനു കയറി പോവാണ് കേട്ടോ. അങ്ങനെ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ബാലചന്ദ്രൻ അവിടെ ഇല്ല. ബാലചന്ദ്രൻ ടോയ്ലറ്റിലാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന കോഫിയൊക്കെ ആയിട്ട് വന്നു. കോഫിയൊക്കെ വന്നിട്ട് ചോദിച്ചു, അല്ല അച്ഛൻ എന്തിയെ? അച്ഛന് ഫ്രഷ് ആകുവാടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, പോകാൻ വേണ്ടി ഫ്രഷ് ആകുന്നതായിരിക്കും. ദേ അച്ഛനോട് പോകരുതെന്ന് പറയണം കേട്ടോ. എന്തിനാ ഇപ്പൊ പോകുന്നത്? ദേ എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്തണം. ദേ മനുവേട്ട, ദേ ഡ്രസ്സ് സഹിതം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ധൃതി പിടിച്ച് പോകാൻ വേണ്ടി തന്നെയാ ഡ്രസ്സ് ഒക്കെ അയൺ ചെയ്ത് വെച്ചേക്കുന്നത്. മനുവേട്ട പ്ലീസ്, മനുവേട്ട എങ്ങോട്ടും വിടരുത് കേട്ടോ. നീ പേടിക്കണ്ടേ, ഞാൻ ഏറ്റു, നീ താഴേക്ക് ചെല്ല് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീന താഴേക്ക് പോവാണ് കേട്ടോ. ഏതായാലും ചായയൊക്കെ കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ മനു. അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ വന്നു. ബാലചന്ദ്രൻ ഫ്രഷ് ഒക്കെ ആയിട്ട് വന്നിട്ട് എടാ മനു എന്നും പറഞ്ഞു വിളിച്ചു. ഭയങ്കര ധൃതിയിലാട്ടോ ഇറങ്ങി വരുന്നത്. എന്തോ മനസ്സിന് ചെറിയ ആശ്വാസം കിട്ടിയ പോലെയൊക്കെ അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തിടുവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ മനു ചോദിച്ചു, അല്ല അങ്കിൾ എവിടെ പോകാനാ ഡ്രസ്സ് ചെയ്യുന്നത്? നേരെ സന്ധ്യയാകാൻ പോവല്ലേ? അത് പിന്നെ എനിക്ക് പാലാ ബ്യൂറോയിലെ റിപ്പോർട്ടറിനെ ഒന്ന് കാണണം, പിന്നെ വക്കീലിനെ ഒന്ന് കാണണം. അല്ല ഇപ്പൊ സമയം പോയില്ലേ? ഈ പാതിരാത്രിയാകാറായില്ലേ? അത് പിന്നെ ഇപ്പോഴാണ് പറ്റിയ സമയം റിപ്പോർട്ട് എഴുതാൻ. പിന്നെ വക്കീല് ഓഫീസിൽ തന്നെ കാണും. എന്താ ഇത്ര അത്യാവശ്യം അങ്കിളെ? അത് പിന്നെ ചെറിയൊരു വിവരം അറിഞ്ഞു. ആ പീഡന കേസിൽ നിരപരാധിയാണെന്ന് നമ്മുടെ രോഹിത്തെ. ആ പെണ്ണ് കള്ളം പറഞ്ഞ് അവനെ കുടുക്കിയതാണെന്ന്. അപ്പൊ പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത് വേറെ ഒന്നും അല്ലല്ലോ, റിപ്പോർട്ട് കൊടുക്കണ്ടേ? അല്ല ഇതാരാ പറഞ്ഞത് അങ്കിളിനോട്? അത് പിന്നെ അലീനയാ പറഞ്ഞത്. അലീന നിന്നോട് പറഞ്ഞില്ലേ? അലീന എന്നോട് പറഞ്ഞു. പക്ഷേ അലീന പറഞ്ഞാൽ ആര് വിശ്വസിക്കും? അലീന പറഞ്ഞത് കള്ളവോ സത്യമോ എന്തോ ആയിക്കോട്ടെ, ആര് വിശ്വസിക്കും? അത് പറ. നിനക്ക് വിശ്വാസമായില്ലേ? എനിക്ക് വിശ്വാസമായിട്ട് കാര്യമുണ്ടോ അങ്കളെ? അങ്കിളിന് വിശ്വാസമായിട്ട് കാര്യമുണ്ടോ അങ്കളെ? നമുക്ക് വിശ്വസിക്കാം. അങ്കിളിന് വിശ്വസിക്കാം, എനിക്ക് വിശ്വസിക്കാം, ഇവിടെ ഉള്ളവർക്ക് വിശ്വസിക്കാം, എന്റെ വീട്ടിലുള്ളവർ വിശ്വസിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, വേറെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. നീ എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ ശരണ്യ എന്ന പെൺകൊച്ച അലീനയോട് സത്യം വെളിപ്പെടുത്തി എന്ന് വക്കീലിനോട് പറയാം, പോലീസിനോട് പറയാം, മാധ്യമങ്ങളോട് പറയാം. അല്ല ഞാൻ അങ്ങനെ ഒരു കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. അലീന കള്ളം പറയുകയാണെന്ന് ആ പെൺകൊച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? മാധ്യമങ്ങളും പോലീസുകാരും അത് വിശ്വസിക്കുവോ അതോ അലീന പറയുന്നത് വിശ്വസിക്കുവോ? ഒന്ന് പറ. അങ്കിളൊന്ന് പറ.
അത് പിന്നെ അലീനയ്ക്ക് സ്ട്രോങ് ആയിട്ട് പറയാലോ ഇതാണ് സത്യമെന്ന്. എന്ത് സ്ട്രോങ് അങ്കിളെ, അങ്കിൾ എന്നെ തേങ്ങാക്കൊല ഉണ്ടാക്കാൻ പോവാ. ദേ അലീന ആ പെണ്ണിനെയും വീട്ടുകാരെയും സ്വാധീനിക്കാൻ വേണ്ടി പലതവണ ആ വീട്ടിൽ കയറി ഇറങ്ങുക. രോഹിത്തിനെ ആ കേസിൽ നിന്ന് ഒഴിവാക്കണം, അതാണ് അലീനയുടെ ആവശ്യം. പക്ഷേ ശരണ്യ, അവളുടെ വീട്ടുകാര് വഴങ്ങുന്നില്ല. ഒടുവില് വേറെ നിവൃത്തിയില്ലാതെ വന്ന് ഇപ്പം അലീന ഒരു കള്ളക്കഥ പറഞ്ഞുണ്ടാക്കി. ഇത് സത്യമല്ല. ഏ ഇങ്ങനെയാണെങ്കിലോ? എന്താ മനു നീ പറയുന്നത്? നീ ഇപ്പൊ നമ്മുടെ എതിർവശത്ത് നിന്ന് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നത്. ഇത് ഞാനല്ല, അവരാ സംസാരിക്കുന്നത്. അങ്കിള് ഇതിനെതിരെ എന്ത് മറുപടിയാ പറയാനുള്ളത്? അത് പറ. അത് പിന്നെ എടാ, പോലീസ് ആ പെങ്കൊച്ചിനെ വിശദമായിട്ട് ചോദ്യം ചെയ്ത് സത്യം പുറത്തു കൊണ്ടുവരട്ടെ. ഹരിയെയും രോഹിയെയും മറ്റു രണ്ടുപേരെയും ചോദ്യം ചെയ്യട്ടെ, അവരെ കൂടെ സത്യം പറയിപ്പിക്കട്ടെ. ഓ, പോലീസിന് മനസ്സില്ലെങ്കിലോ? മനസ്സില്ലെങ്കിൽ എന്ത് ചെയ്യും? അതല്ലല്ലോടാ നീതി, അതല്ലല്ലോടാ ന്യായം. അങ്കിള് ഈ ലോകത്തല്ലേ ജീവിക്കുന്നത്. പോലീസും കൂടെ ചേർന്ന് ഈ കാര്യങ്ങളൊക്കെ രോഹിത്തിന്റെ മേൽ ഇമ്പോസ് ചെയ്തിട്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇത് കൊണ്ടുവന്നത്. മാത്രമല്ല ഇനിയിപ്പൊ ആ പെണ്ണ് പറയാണ് രോഹിത് ഉപദ്രവിച്ചു. അതല്ലേ ഈ കണക്കിലെടുക്കത്തുള്ളൂ. നിയമം അങ്ങനെയല്ലേ? നിയമം അതിന്റെ വഴിക്കല്ലേ പോകത്തുള്ളൂ. പിന്നെ എടാ, എന്റെ മകൻ നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ടും കയ്യും കെട്ടി അനങ്ങാതിരിക്കണമെന്നാണ് നീ പറയുന്നത്. എന്നെ കൊണ്ട് അതിന് സാധിക്കുവോ? ഏതെങ്കിലും ഒരു അച്ഛനെ കൊണ്ട് സാധിക്കുവോ? അത്രയ്ക്ക് നിരപരാധിയൊന്നും അല്ല രോഹിത്. പെണ്ണിന്റെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോയതൊന്നും അല്ലല്ലോ. അതും ഫ്രണ്ടിന്റെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യാൻ പോയതാണ്. വേറെ ഒരുത്തന്റെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യാൻ പോയത് എന്തിനായിരുന്നു? അവനും എല്ലാം അറിയാമായിരുന്നല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന്. അവൻ തെറ്റുകാരനല്ലെന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? അവൻ ഇത് ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ, അറിയിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഇപ്പൊ ആ പെങ്കൊച്ചിനൊന്നും സംഭവിക്കില്ലായിരുന്നു. അത് പിന്നെ എടാ, നമ്മളൊന്നും ചെയ്യാതിരുന്ന് കഴിഞ്ഞാല് അവനൊന്നും ചെയ്യാതെ അവന്റെ ലൈഫ് വെറുതെ നിരപരാധിയായിട്ട് അവൻ ജയിലില്. അങ്കിളെ, ഞാൻ പറയുന്ന കേക്ക്. അലീനയല്ലേ ഇവിടെ വരെ എല്ലാം എത്തിച്ചത്? ആണോ? ബാക്കിയും കൂടി അവക്കങ്ങ് വിട്ടുകൊടുത്തേരെ. അവള് എല്ലാം ശരിയാക്കുന്നേ. അവൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. അവളെ നമുക്ക് വിശ്വാസമില്ലേ? നമ്മള് ഇതിനകത്ത് കൈയും തലയും വാലൊക്കെ ഇട്ടടിച്ചാലേ എല്ലാം കുളമാവുള്ളൂ. ഒന്നും നേരെ നിൽക്കത്തില്ല. അതാ ഞാൻ പറഞ്ഞത്. ദേ, നമ്മുടെ ലൈഫ്, രോഹിത്തിന്റെ ലൈഫ് അത് സെറ്റ് ആകണമെങ്കിൽ അലീന തന്നെ വിചാരിക്കട്ടെ. അലീന എന്താണെന്ന് വെച്ചാല് ചെയ്യട്ടെ. ഇപ്പൊ എടുത്തു ചാടി പ്ലീസ് അങ്കിള് ഒന്നും ചെയ്യണ്ട എന്ന് പറയുകയാണ് കേട്ടോ. ഏതായാലും മനു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് ഒതുങ്ങി, ഒന്ന് അടങ്ങി നമ്മുടെ ബാലചന്ദ്രൻ. ഈ ഒരു സമയത്ത് നമ്മുടെ ശരണ്യനെ കാണിക്കാൻ കേട്ടോ. അപ്പൊ ശരണ്യ ഇങ്ങനെ പാട്ടൊക്കെ കേട്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശരണ്യയുടെ അച്ഛൻ വരിക. ശരണ്യയുടെ അച്ഛൻ വന്നിട്ട് പറഞ്ഞു, അതെ മോളെ, ഓമനക്കുട്ടൻ പറഞ്ഞത് ശരിയാണോ? എന്നതാ അച്ഛ ഓമനക്കുട്ടൻ പറഞ്ഞത്? നീ അലീനയോട് പറഞ്ഞോ രോഹിത് എന്ന പയ്യൻ നിന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്ന്? പറഞ്ഞു അച്ഛാ. അതിനിപ്പോ എന്താ അച്ഛാ? അതെന്താ നിങ്ങ അങ്ങനെ പറഞ്ഞത്? അതും അവളോട് അങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു നിനക്ക്? അവള് നിന്നോട് ചോദിച്ചോ രോഹിത്തിന്റെ കാര്യം? ഇല്ല, എന്നോട് അവളൊന്നും ചോദിച്ചില്ല അച്ഛാ. ചേച്ചി ഒന്നും ചോദിച്ചില്ല. ആ സംഭവത്തെക്കുറിച്ച് എന്നോടൊന്നും ചോദിച്ചിട്ടില്ല. അത് മറന്നു കളയാനാ പറഞ്ഞത്. പക്ഷേ എന്റെ മനസാക്ഷി, മോളെ നീ എന്തിനാ മോളെ? വേണ്ടായിരുന്നല്ലോ. അത് പിന്നെ എനിക്ക് തോന്നി അച്ഛ അത് പറയാതിരിക്കുന്നത് ശരിയല്ലെന്ന്. അതിൽ എന്നതാ ശരികേടുള്ളത്? അവനും ആ കൂട്ടത്തിലുള്ളതല്ലായിരുന്നോ? അവന് നിന്നെ ഉപദ്രവിക്കാൻ കരുതി കൂട്ടി വന്നതല്ലേ അവന്. അത് പിന്നെ അതിന് പേടിയായിരുന്നു അച്ഛ. എല്ലാവരും കൂടി അതിനെ അവിടെ ഇട്ട് അടിച്ച് ചതച്ച്. ദേ, അതൊന്നും എനിക്ക് കേൾക്കണ്ട മോള്, അച്ഛന് കേൾക്കണ്ടായെങ്കിലും വാസ്തവം അതല്ലേ. എന്റെ മനസ്സിൽ അറിയാലോ അതല്ലെന്ന്. അല്ല, അത് അലീനയോട് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്നാ ഞാൻ ചോദിച്ചത്. അവൾ ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ പയ്യനല്ലേ അത്? അവള് അത് ആ വീട്ടിൽ പോയി ചെന്ന് പറഞ്ഞു കൊടുക്കുന്നുള്ള കാര്യം ഉറപ്പല്ലേ? അത് പിന്നെ പറയട്ടെ ച്ചാ, കള്ളമല്ലല്ലോ, സത്യമല്ലേ പറയുന്നത്. അതിന് നീ കൊടുക്കേണ്ടി വരുന്ന വില എത്രയാണെന്ന് അറിയാമോ? ദേ, നീ കള്ളിയാകും, പേരും കള്ളി. ആദ്യം നീ കള്ളം പറഞ്ഞെന്ന് എല്ലാവരും കൂടെ കൈകൊട്ടി ഘോഷിക്കും. പത്രക്കാരും ചാനലുകാരും നിന്റെ മൊബൈലിലെ എല്ലാവരും പറയും നീ കള്ളിയാന്ന്. അപ്പൊ നീ എന്ത് ചെയ്യും? കള്ളിയാകും, പേരും കള്ളിയാകും. ദേ, മറ്റേ 3 പേരെ കുറിച്ച് നീ പറഞ്ഞത് പോലും സംശയത്തോടു കൂടി കാണത്തുള്ളൂ. നിന്റെ മൊഴിയുടെ വില നഷ്ടപ്പെട്ടു പോകും മോളെ. അത് പിന്നെ അച്ഛാ, ഞാൻ അങ്ങനെയൊന്നും ഓർത്തില്ല. എനിക്ക് തോന്നി ആ രോഹിത് എന്നെ ഒന്നും ചെയ്തില്ലല്ലോ എന്ന്. എന്റെ മനസാക്ഷി അത് സമ്മതിച്ചില്ല അച്ഛാ. എന്തിനാ അതിന് ഞാൻ കഷ്ടപ്പെടുത്തുന്നത്? ഓ, അവരെ അത് വെച്ച് കേസ് മാറ്റിമറിക്കും മോളെ, നിനക്കറിയില്ല. അത് പിന്നെ കുറ്റം ചെയ്തവരുണ്ടല്ലോ അച്ഛാ 3 പേര്. അവര് ശിക്ഷ അനുഭവിച്ച പോരെ? ആര് പറയും? ആര് വിശ്വസിക്കും? മാറ്റിയും പറിച്ചും കാര്യങ്ങൾ പറയുന്നവരാണെന്ന് എല്ലാവരും നിന്നെ കൈ ചൂണ്ടി കളിയാക്കി പറയും. അത് നീ ഓർത്തോ. അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ശരണ്യക്ക് ടെൻഷൻ ആകാൻ തുടങ്ങി കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ
ശരണ്യയുടെ അച്ഛൻ പറഞ്ഞു അവളിനി ഇങ്ങോട്ടേക്ക് വരട്ടെ, ഞാൻ ഈ കോളനിയിൽ കേറ്റത്തില്ല. അല്ല അച്ഛ, ശരിക്കും നിങ്ങളല്ലേ കുഴപ്പക്കാര്? ആണുങ്ങള് ആണുങ്ങള് തന്നെയാ കുഴപ്പക്കാര്. അപ്പോഴത്തേക്കും നമ്മുടെ ശരണ്യനെ ഇങ്ങനെ ശരണ്യയുടെ അച്ഛൻ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ, വല്ലാത്തൊരു രീതിയില്. അപ്പം ആ ഒരു ഇത് കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുത്.